നെഗറ്റീവ് ചിന്തകൾ. നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഏറ്റവും കൂടുതൽ കരുതുന്ന രണ്ട് കാര്യങ്ങളാണ് നെഗറ്റീവും പോസിറ്റീവും. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഒന്നാണ് നെഗറ്റീവ് ചിന്ത. അതിന് ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ബസ്സിൽ സഞ്ചരിക്കുകയാണ്. ശരി, എങ്കിൽ ഞാനൊരു ബസ്സിൽ സഞ്ചരിക്കുകയാണ്. എവിടെ നിന്നാണ്? കോതമംഗലത്ത് നിന്നും കോട്ടയം വരെ. അന്നേരം മുതൽ പുറത്ത് നല്ല മഴ, നല്ല തണുപ്പ്, കാണാൻ നല്ല കാഴ്ചകൾ. പക്ഷേ നമ്മൾ അത് ആസ്വദിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നുകൂടുന്നത് നെഗറ്റീവ് ചിന്തയാണ്. എന്താണെന്നല്ലേ? അതെ, ഈ വാഹനം കൃത്യസമയത്ത് അവിടെ ചെല്ലുമോ? ഈ വാഹനം പോകുന്ന വഴിയിൽ ഇടിക്കുമോ? മറയുമോ? നമ്മൾ മരിക്കുമോ? അതിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഇങ്ങനെയുള്ള ചിന്തകളാണ് ഒരു മനുഷ്യനെ ആദ്യം തന്നെ കടന്നുകൂടുന്നത്. അല്ലേ? നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ ആദ്യം പോസിറ്റീവ് തോട്ടിലേക്ക് പോകാത്തത്? അതിനെ നമ്മൾ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ദിവസവും കേൾക്കുന്നത് നെഗറ്റീവായ ചിന്തകളാണ്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനവും നെഗറ്റീവായാണ് ചിന്തിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത് അങ്ങനെ വരുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ ആ പ്രവർത്തനം നേരെ തലച്ചോറിലെത്തുകയും പിന്നെ തലച്ചോറിന്റെ പ്രവർത്തനം അവിടെ നിന്ന് മറ്റുള്ള തലങ്ങളിലേക്ക് എത്തിക്കുന്നതും ഇതേ ചിന്തകളായിരിക്കും. ഈ നെഗറ്റീവ് ചിന്തകളെ മാറ്റിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങളുണ്ടാകുന്നതാണ്. അതിന് നമ്മൾ പരിശ്രമിച്ചാൽ നടക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ആസ്വദിച്ച് യാത്ര ചെയ്യേണ്ട യാത്ര ഒരിക്കൽ പോലും ആസ്വദിക്കാൻ കഴിയുന്നില്ല. നമ്മളുടെ പേടി അതിനെ അനുവദിക്കുന്നില്ല. ജനിച്ചാൽ ഒരിക്കൽ നമ്മൾ എന്തായാലും മരിക്കും. പക്ഷേ നമ്മൾ ആ മരണത്തിന് പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും പേടിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് കിട്ടുക? ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ആയുസ്സും ടെൻഷനും കൂടി നമ്മുടെ ജീവിതം കളയുക എന്നത് മാത്രമായിരിക്കും കാരണം. ഇതിൽ നിന്നും നമ്മൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? കഴിയും, ഉറപ്പായിട്ടും നമുക്ക് സാധിക്കും. നമ്മളെ കൊണ്ട് കഴിയാത്തതായി ഒന്നും തന്നെയില്ല. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതാണ് ശരിയെന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങളുടെ ആരംഭം. നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. എങ്ങനെയാണെന്നല്ലേ? പ്രാർത്ഥനയിലൂടെ, വ്യായാമത്തിലൂടെ, യോഗയിലൂടെ, മെഡിറ്റേഷനിലൂടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശീലിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാകും. നിങ്ങളെയും കൊണ്ട് കഴിയും. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. അതിന് നിങ്ങളുടെ കൂടെ ഒരാൾ കൂടി വേണം, ദൈവം. അവരെയും നിങ്ങൾ കൂടെ കൂട്ടുക. നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തിക്ക് അവര് അംഗീകാരം നൽകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.